ചില ഭക്ഷണം കഴിച്ചാൽ സിഹറുണ്ടാവും, ആ ഭക്ഷണത്തിൽ ഷിത്തുണ്ടാവും. രഹസ്യത്തിൻ്റെ വാതിൽക്കലപ്പോഴാണ് ഞാൻ പറയില്ല. ഇതിൻ്റെ അപ്പുറത്തെ ആയിരക്കണക്കിന് വിവരം എനിക്കറിയും. എൻ്റെ റബ്ബിൻ്റെ വൽപ്പത്തരമുണ്ട്. ചില ഭക്ഷണം കഴിക്കരുത്, ആ ഭക്ഷണത്തിൽ സിഹറുണ്ടാവും. ചില ഭക്ഷണം കഴിക്കരുത്. നിങ്ങളിത് ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഇന്നെ ട്രോളും. പിന്നെ നിങ്ങൾ റമദാൻ നാശാവും മൂപ്പരെ ട്രോൾ ചെയ്യണം. നിങ്ങൾ റമദാൻ നാശമുണ്ടല്ലോ വിചാരിച്ച രഹസ്യം അറിയാത്താണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും സിഹറുണ്ട്. എനിക്കറിയാം, അതിൽ പലതും എനിക്കറിയാം. ഇനി ഇന്നത്തെ ഈ 2023 ആയിരക്കണക്കിന് ഇരട്ടിയാണ് 2024 സിഹർ. 2024 ലക്ഷക്കണക്കിന് ഇരട്ടിയാണ് 25 സിഹർ. സാഹിര്യങ്ങളെ നേതാവ് വെളിവാകുന്നത് വരെയും ഫയുഖ്തലാവൻ കൊല ചെയ്യപ്പെടുന്നത് വരെയും. ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയാൻ വിചാരിക്കണ്ട, കപ്പടിച്ച് പറയാ. പറയുമ്പോൾ നിങ്ങൾ ഇന്ന ട്രോളും. പിന്നെ കുറച്ച് ഞങ്ങൾ മുപ്പരാ പറഞ്ഞ പിരാന്താണെങ്കിലും സംഗതി ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വരുന്നത്. അങ്ങനെ വരൂ. അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ മൗഹിബത്താണ്. എൻ്റെ റബ്ബ് എനിക്ക് തന്ന ചില രഹസ്യ വിജ്ഞാനങ്ങളിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അതായത് സിഹർ കുറേ നിങ്ങൾ വിചാരിക്കണ്ട, സിഹർ കൂടും. ഞാൻ ഈ കൊല്ലം 2023 പ്രസംഗിച്ചിട്ടുണ്ട്. 2024 2023 പ്രസംഗിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ മെൻസസ് ബ്ലഡ് വാങ്ങാൻ കിട്ടും. ഒരുപക്ഷെ കേരള ഭൂമിയിൽ ആദ്യം പ്രസംഗിച്ച ആളും ഞാനായിരിക്കാം. ഈ ഭൂമിയിൽ ഈ നൂറ്റാണ്ടിൽ. ഞാൻ പണ്ടുള്ളവർ ഇല്ല എന്ന് പറയല്ല, ആരിഫീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഈ നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ അത് ആദ്യം പറഞ്ഞ ആൾ ഒരു പക്ഷേ ഞാനായിരിക്കാം. വേറൊരാൾ ഞാൻ പറഞ്ഞതിന് ശേഷമല്ലാതെ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ വീക്ഷണം. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ ഞാനിത് മാറ്റും. അതിന് വലുപ്പത്തിലൊന്നുമല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ പല രഹസ്യങ്ങളും ഉണ്ടായതുകൊണ്ട് പറയാം. ഒന്നിൻ്റെ വലുപ്പത്തിലുമല്ല, ഇതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ പിന്നിൽ തന്നെ ചില രഹസ്യങ്ങളുണ്ട്. ഈ ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പല ആളുകളുണ്ട്. ഈ ക്ലാസ്സിന് വേണ്ടി ദുആ ചെയ്യുന്ന ആയിരക്കണക്കായ ആരിഫീങ്ങളും ആരിഫാത്തുകളും ഇന്ന് ലോകത്തുണ്ട്. അതാ കാരണം. ഞാനല്ല, ഞാൻ ദോഷിയായിട്ടില്ല. ഒരു രഹസ്യം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ പറയും, അങ്ങനെ ഒരാൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനിത് കൊല്ലങ്ങളായി പറയുന്നുണ്ട്. ഈ കൊല്ലൊന്നൊന്നല്ല, കൊല്ലങ്ങളായി പറയുന്നുണ്ട്. ഇപ്പം ഞാനിത് പറയുന്നത് ഇനി നമ്മളെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലും സുലഭമാവും. പണ്ട് മെൻസസ് ബ്ലഡ് എങ്ങനെ കിട്ടുമെന്നായിരുന്നു. ഇപ്പം ഇതിന് പ്രശ്നമൊന്നുമില്ല. മെൻസസ് കപ്പാണുള്ളത്, കപ്പിൽ ശേഖരിക്കാൻ. കപ്പിലാണ് ഇപ്പം മെൻസസ് പിന്നെ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ആധുനികതയിൽ ചതിയാണ്. ഹവ്വാബ് ബീവിക്ക് വരെ മെൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് വരെ മെൻസസ് പെണ്ണുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കോടാനക്കോടി പെണ്ണുങ്ങൾക്ക് ദുനിയാവിൽ മെൻസസ് ഉണ്ടായിട്ടിട്ട് അവരാരെങ്കിലും ഒരു കപ്പോ പാട്ടയോ അതെടുക്കാൻ വേണ്ടി വെച്ചിട്ടില്ല. അവരൊക്കെ തുണിക്കഷ്ടാണ് ഉപയോഗിച്ച്. മനസ്സിലായില്ലേ? ഇപ്പൊ പുതിയത് അതിൻ്റെ എന്താ പറയാ, കപ്പാണ്, മെൻസസ് കപ്പാണ്. ആ കപ്പ്, അതെ, മെൻസ്ട്രേഷൻ കപ്പാണ്. ഈ കപ്പിന് എന്താ, ഈ കപ്പിന് വളരെ ആണ്. എന്ത്? അതിന് സ്പൂണുണ്ടല്ലേ, സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറ്റം പറയല്ല, സർക്കാരിൻ്റെ നടപടി ഞാൻ കുറ്റം പറയല്ല. പക്ഷെ അത് ഈ ലോകത്ത് ഇതുവരെ ഇല്ലാത്തതാണ്. ഇതിൻ്റെ പിന്നിൽ ചതി ഉണ്ടാവും. അധികാരികൾ അത് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്ക് സുഖത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വലിയ ചതി നടന്നു പോയിട്ടുണ്ടാവും. പിശാചിൻ്റെ ചതി. അപ്പം ഇന്നത് ഒരു കുപ്പിയിലേക്കോ ഒരു കീസിലേക്കോ ശേഖരിക്കൽ എളുപ്പമാണ്. ഒരു മെൻസസ് കഴിയുമ്പോൾ തന്നെ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുപോയി ലേബൽ ഒട്ടിച്ച് വിറ്റാൽ പൈസ കിട്ടും, വലിയ പൈസ കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചീത്തക്കളിലെ ഏറ്റവും വൃത്തികെട്ട ചീത്ത ഇതെന്തിനാ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത്? ഈ പ്രസംഗം കേട്ടപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. ഈ പ്രസംഗം കേട്ടപ്പോൾ ഒരു മലയാളി കഴിഞ്ഞ മാസമോ അതിൻ്റെ മേലുള്ള മാസമോ
സ്കോട്ട്ലൻഡിൽ നിന്ന്, മനസ്സിലായില്ലേ, UK ഒരു പ്രദേശമാണല്ലോ സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിൽ നിന്നൊരു മലയാളി എന്നെ വിളിച്ചു. ഇവിടെ എൻ്റെ കണ്ണിൻ്റെ മുന്നിലെ ഈ സൂപ്പർ മാർക്കറ്റിലുണ്ട് ഉസ്താദ്, ഇവിടെ ഉണ്ട്. ചിന്തിക്ക് ഇതൊന്നും ഉണ്ടായിട്ട് കണ്ടിട്ട് പറഞ്ഞതല്ല, ഞാനതല്ലാതെ പറഞ്ഞാണ്. ഇതൊക്കെ സത്യമാണ്. ഇതൊന്നല്ല നടക്കുക, അതൊന്നല്ല നടക്കുക. ക്രെഡിറ്റ് ഓർമ്മ. മാഷാ അല്ലാഹ്. സ്കോട്ട്ലാൻഡ്, മാഷാ അല്ലാഹ്. ഇതൊന്നല്ല ഒട്ടി നടക്കുക. ഭയങ്കര സീറായിരിക്കും. ഇനി എല്ലാം സീറായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പരമാവധി ഭക്ഷണം ഓർക്കണം. പരമാവധി ഭക്ഷണം ഓർക്കണം. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളെ നെഫ്സിന്റെ ഹാവ കുറച്ച് 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 കൊണ്ടുവരണം. പലതിലും ഇതൊക്കെ ഉണ്ടാവും. ചിലതിൻ്റെ കണ്ടന്റ് ലോകത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. ചില കമ്പനികൾ അവർ കഴിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് പൂർത്തിയായി ഇല്ല. ചില കണ്ടന്റ് കമ്പനിക്ക് അറിയും. തിരിഞ്ഞില്ല, എന്തിനാ അങ്ങനെ കണ്ടന്റ് കമ്പനിക്ക് മാത്രം? എനിക്കറിയാ. ഞാൻ അതിൻ്റെ മേലിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാണ്ടോ എന്ന് വിചാരിച്ച് പറയാതൊക്കെയാണ്. എനിക്ക് എണ്ണാൻ കഴിയും. ലോകത്തെ കോടിക്കണക്കായ ഒരു ഡോളറിനും ഉറുപ്പിയക്കും ദിവസം വിൽപ്പന നടത്തപ്പെടുന്ന കമ്പനികളുടെ ആയിരക്കണക്കായ പ്രൊഡക്റ്റുകളുടെ ചില കണ്ടന്റുകൾ, ഭക്ഷ്യസാധനത്തിന്റെ കണ്ടന്റ് ഇന്നും ഭൂമിയിൽ ആർക്കും അറിയില്ല. കമ്പനിക്ക് അറിയും. എന്തിനെ രഹസ്യാക്കിച്ചു? നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഈ വിഭവങ്ങളിൽ പിശാച് പ്രവേശിക്കും. ആ വിഭവങ്ങളുടെ സ്വഭാവം എന്താ? പിശാച് പ്രവേശിച്ചാൽ റഹബത്ത് കൂട്ടും. ആ ഭക്ഷണത്തിലൊരു കൊതി, ആ ഭക്ഷണത്തിലേക്കൊരു കൊതി ഉണ്ടാവും, ഒരാഗ്രഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഭക്ഷണത്തിൽ ആറാമുണ്ടെങ്കിൽ ആ ഭക്ഷണം നിന്നെ കഴിക്കാൻ പിശാച് നിന്നെ പ്രേരിപ്പിക്കും. ഒരു കടയിലെ ബിരിയാണിയിൽ എന്താ പറയുക, ഒരു നജസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂട്ട് ഉണ്ടെങ്കിൽ നിനക്ക് ആ ബിരിയാണിയിൽ രസം കൂട്ടും. അവിടെ തന്നെ കഴിക്കാൻ തന്നെ, അവിടേക്ക് തന്നെ പിശാച് നിന്നെ എത്തിക്കും. എന്തുകൊണ്ട്? നജസ് കയറി കഴിഞ്ഞാൽ അവന് പിന്നെ അവന്റെ അധികാരമാണ് നിന്റെ തടിയിൽ. മനസ്സിലായില്ലേ? ചിന്തിക്കണം, മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആകാശത്തിന്റെ വാതില് തുറപ്പിക്കണമെങ്കിൽ ഒരു ഹദീത്ത് ഈ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശത്തിന്റെ മിഫ്താഹുൽ സമാഇ അദ്ദുആ. ആകാശത്തിന്റെ താക്കോലെന്നാൽ ദുആയാണ്. വശർതുഹു, ആകാശം തുറന്നു തരാനുള്ള നിബന്ധന അൻതകുലൽ ഹലാല, ഹലാലായ സാധനം തിന്നലാണ്. ഈ ആഴ്ച ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കിതാബൊക്കെ കൊണ്ട്. എന്താ പറഞ്ഞത്? മിഫ്താഹു സമാഇ, ആകാശത്തിന്റെ താക്കോല് ദുആയാണ്. ആ താക്കോൽ കൊണ്ട് ആ ആകാശം തുറപ്പിക്കാൻ ഒരു ഷർത്തുണ്ട്. എന്താണ്? അൻതകുലൽ ഹലാല, ഹലാല് തിന്നലാണ്. ഈ പൈസ കൊടുത്തൊക്കെ കറക്റ്റാ, പക്ഷെ ആ സാധനം ഹലാലാവൂല. എല്ലാം ജസ്റ്റ് ഉണ്ടാവും. നേഴ്സ് തന്നെ തീറ്റും. അപ്പോ അവിടെ ആരും ഒരു മതവും വ്യത്യാസമല്ല, ഒക്കെ ഒരുപോലെ തന്നെയാണ്. ദ്വാ മേലക്കാൻ പോരില്ല. നമ്മൾ ഇവിടുന്ന് ദ്വാരക്കും, ഞങ്ങൾ കഷ്ടത്തിലാണ് പഠിച്ചോനെ, ഞാൻ അവിടെ എത്തിച്ചോണ്ടേ. ഇത് ദ്വായുടെ എത്തൂല, അള്ളാഹ്ക്കറിയാം, പക്ഷെ ദ്വാ അവിടെ എത്തിയിട്ടില്ല. എന്തേ എത്താത്ത? ആകാശത്തിനെ തുളച്ച് ഈ ദ്വാ പോകണമെങ്കിൽ ഈ എന്ത് തിന്നണം? പറയാ ഹലാലിന്നോ? ഈ പൈസ കൊടുത്ത് വാങ്ങി തന്നെയാണ്, പക്ഷെ ആ സാധനം എന്താണ്? അതിന് മൂത്രമുണ്ട്, അതിൽ മെൻസസ് ബ്ലഡ് ഉണ്ട്, അതിൽ മറ്റുണ്ട്, കൂട്ടിക്കളാം. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്ത് ചെയ്യും? അതേ സമയത്ത് കൂടുതലൊന്നും പഠിച്ചില്ല. അരി പാപ്പ എങ്ങനെയും കഷ്ടപ്പെട്ട് പോയാണ്ട് പണിയെടുത്താണ് കൊണ്ടുവന്ന് കൊടുക്കും. കാസർത്തി മണ്ണെണ്ണ, വെളിച്ചം കത്തിക്കാലെ മണ്ണെണ്ണ കൊടുന്ന് കൊടുക്കും, ഉണക്കമുളക് കൊടുന്ന് കൊടുക്കും, പരിയിലുണ്ടാവില്ല, കുറച്ച് ഉപ്പും കൊടുന്ന് കൊടുക്കും. പിന്നെ കൂട്ടാൻ അങ്ങനെ പറമ്പ് കൂടെ അങ്ങോട്ടും കൂടെ നടന്നിട്ട് ചിലപ്പോൾ ഇലയായിരിക്കും, ചിലപ്പോൾ ഒരു വേലിപ്പറ്റിലുള്ള ഏതെങ്കിലും കൈപ്പകൻ്റെ കായായിരിക്കും, ചിലപ്പോൾ വെള്ളരിക്കായിരിക്കും, ചിലപ്പോൾ മത്തനായിരിക്കും, ചിലപ്പോൾ മത്തൻ്റെ ഇലയായിരിക്കും. പണിക്ക് പോണവർ തന്നെ പഴയ കാലത്ത് എന്താ പറയുക, പണിക്ക് പോണവർ എൻ്റെ കുട്ടിക്കാലത്ത് പറയാം, ഇഷ് എന്നും പണിക്കുക,
അരി ഉപ്പും മുളകും വാങ്ങണ്ടേ? ബാക്കിയോ? ബാക്കി പറമ്പിലുണ്ടാവും. മനസ്സിലായില്ല? ഈ മഴക്കാലം വന്നാലും ഈ മുറ്റത്തും പരിസരത്തുള്ള ചെടികൾ മൊത്തം എൻ്റെ അമ്മ പറിച്ചിട്ട് കറിയാക്കും. തവര 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 ഓർമ്മല്ലേ? ഭയങ്കര ആരോഗ്യമുള്ള സാധനമാണ് തവര. സ്ഥിരമാണ്. എൻ്റെ അമ്മയുടെ തുമ്പന്റെ ഇല, എന്താ രസം! തുമ്പന്റെ ഇലന്റെ കറി കൂട്ടിയവർക്ക് കൈപ്പൊക്കാം. ഒരു അഷ്റഫുണ്ട്, ഒരു ഞാനുണ്ട്. ബാക്കിയൊക്കെ ചണ്ടി പോയി തിന്ന് വന്നോലെ. അതെ അതെ അതെ, ഞാൻ തുമ്പടക്കം. പയറിൻ്റെ ഇല, എന്താ പയറിൻ്റെ ഇല രസം! അത് വേറെ തരം വൈറ്റമിനാ. മത്തൻ്റെ ഇലയിലുള്ള വൈറ്റമിനല്ല പയറിൻ്റെ ഇല. പയറിൻ്റെ ഇല വേറെ സാധനമാണ്. കാരണ്ടയില്ല ഒക്കെ തടിക്ക് വേണം. അത് കഴിക്കണ ആൾക്ക് വേറൊന്നും വേണ്ട. ഉപ്പും മുളകും അരിയും പാപ്പോണ് തരും. അങ്ങനെയല്ലേ പറയുന്നതാണ്. ഉപ്പും മുളകും വാങ്ങണ്ടേ അല്ലേ? അങ്ങനെയല്ലേ പറയാം പഴയ കാലത്ത്. ബാക്കിയൊക്കെ പറമ്പിലുണ്ടാവും. ഇന്ന് പറമ്പിലുള്ള സാധനം ഉള്ളത് തിന്നൂല്ല. പറമ്പിൽ അങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയില്ല. നമുക്കിന്ന് മന്തി ഏൽപ്പിക്കാം. എന്താ മന്തിൻ്റെ ഉള്ളിലുള്ളത്? മന്തിൻ്റെ അരിയിൽ എന്തെങ്കിലും വല്ലതും കയറിക്കണോ? എന്ത് കയറിയാലെന്താ? നമുക്ക് തിന്നാ പോരെ. അങ്ങനെയൊക്കെ വെച്ച് പറഞ്ഞമായി നോക്കിയാ ഇന്നത്തെ കാലത്ത് വല്ലോ നടക്കുമോ? അങ്ങനെ ഇത്താത്താൻ്റെ മെൻസസ് കഴിഞ്ഞ മാസം വിറ്റത് ഈ ആഴ്ച ഓൻ തന്നെ തിന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞു ഓൻ്റെ പള്ളിയിലെത്തി. അങ്ങനെയൊക്കെയാണോ? ഇതിനൊക്കെ അല്ലാഹുവായാലും ഇതെല്ലാം സിഹറാണ്. അത്തരം സാധനം മുഴുവൻ സിഹറാണ്. അല്ല സിഹറ. മെൻസസ് ബ്ലഡ് സിഹറിനെ ഉപയോഗിക്കൂ, വേറൊന്നും ഉപയോഗിക്കില്ല. അതെന്താണെങ്കിൽ സിഹറാണ്. പിശാച് ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവും. പിശാച് ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവും. ഔലിയാക്കൾ അള്ളാഹു തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പിശാചിൻ്റെ ആളുകൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവില്ലേ? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരും അള്ളാഹു തമ്മിൽ എഗ്രിമെന്റ് ഇല്ല അല്ലേ? എന്നെ പിടിച്ചോ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി തരാൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇതെന്താ ഒരു മർത്താന എഗ്രിമെന്റ് ആണ്. ആരും അള്ളാഹു മാറ്റി ചേരുന്ന എഗ്രിമെന്റ് ഉണ്ടാവും. എൻ്റെ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളും മുത്തുനബിയും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ തിജാനി ത്വരീഖത്തുകാരനാണ്. എൻ്റെ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളാണ്. അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 24ാമത്തെ പേരക്കുട്ടിയും ലോകത്തെ തുല്യതയില്ലാത്ത മഹാനുമാണ്. അവർ റസൂലിന് എഗ്രിമെന്റ് ഉണ്ട്, അള്ളാഹു എഗ്രിമെന്റ് ഉണ്ട്. അതാണ് എൻ്റെ വൽപ്പത്തരം. അള്ളാഹു തആല അവർ പറഞ്ഞനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ എഗ്രിമെന്റ് ഇത് തിരിച്ചപ്പുറത്തുണ്ടാവും. മനസ്സിലായില്ല? പിശാചിനെ അണ്ടാതിക്കുന്നവരും പിശാചും തമ്മിൽ പറയേ ജിത് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ഓലെ തടിയിൽ കയറുന്ന കാര്യം ഞാനേറ്റ് എഗ്രിമെന്റ് ഉണ്ടാവും. 1900 വരെ മനുഷ്യൻ്റെ ഭക്ഷണം നല്ലതായിരുന്നു. 1900 ശേഷമാണ് മനുഷ്യൻ്റെ ഭക്ഷണം നാശമായത്. വലിയ വിഷയമാണ്. അതൊന്നെന്ന് പറഞ്ഞാൽ തീരുമില്ല. അത് പറയാനൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. 2024 നമ്മൾ 12 പുസ്തകം, അത് കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് 2025 ഇറങ്ങും. അന്ന് ഞാൻ ജീവനുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തായിക്കട്ടെ. അങ്ങനെ സത്യം, ഇതൊക്കെ സത്യം. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല. സ്കോട്ട്ലൻഡിൽ മെൻസസിൻ്റെ ബ്ലഡ് വെക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞല്ല. ഞാൻ കൊല്ലങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വലുപ്പത്രമല്ല, എൻ്റെ അപ്പുറത്ത് കുറച്ച് ആളുകളുണ്ട്. എൻ്റെ വലുപ്പത്രേ അല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നമ്മൾ പിടിക്കുമ്പോൾ ആ ഔലിയാക്കളും അള്ളാഹുവും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവും. തിരിച്ച് അപ്പുറത്തെ എഗ്രിമെന്റ് ഉണ്ടാവും. എന്ത്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. എഗ്രിമെന്റ് ഉണ്ടാവും. ഒരു വലിയൻ്റെ ഒപ്പം നാട്ടുകാർ കുറെ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു. എന്താ പറയുക, ഹിക്കമിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട് സംഭവം. ഒരു വലിയ ഖാദിമീങ്ങളും ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. അവർ ലോകം ചുറ്റും ദിക്റിയല്ലോ അങ്ങനത്തെ ഹിക്കമിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ധനാഢ്യനെ അവർ ഭക്ഷണത്തിന് വിളിച്ചു. നിർബന്ധിച്ചപ്പോൾ വിളിക്കുന്നവന് ഉത്തരം തരണല്ലോ എന്ന് വിചാരിച്ചവർ പോയി. ഭക്ഷണത്തിന് പോയി. രാത്രി ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ ഇവർക്ക് ക്ഷീണം വന്നു, ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയെന്നല്ല,
ഫഖളാ അലൈഹിം സ്വലാത്ത് സുബ്ഹി, സുബഹി നിസ്കാരം വരെ കളയായി. തഹജ്ജുദും ഇല്ല, സുബഹി ഇല്ല. എങ്ങനെയോ വെയിൽ വിളിച്ചിട്ട് എണീറ്റ് ഇവർ നിസ്കരിച്ചു. ഇയാൾ പഠിച്ചു അത്അംതന അൽഹറാം, ഇന്നലെ ഞങ്ങൾക്ക് ഹറാം തിന്നാൻ തിരിഞ്ഞ ഫഖാല ഇല്ല, തിന്നാന്നിട്ടില്ല, ഒക്കെ ഹലാലാണ്. അപ്പോൾ പഠിച്ചു അതുകൊണ്ടൊന്നും ഞങ്ങൾ എന്നെ വിടൂല, ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കൂല, ഞങ്ങൾക്ക് തഹജ്ജുദും സുബഹിയൊന്നും കളയാവൂല. എഗ്രിമെന്റ് ഇടും, ഞങ്ങൾക്ക് ഇന്നാലിന്ന കാര്യം ഉണ്ടാകാത്ത കാലത്തോളം എൻ്റെ തഹജ്ജുദും സുബഹിയൊന്നും മുടങ്ങൂലാന്ന് റബ്ബിൽ എഗ്രിമെന്റ് ഉണ്ടാവും. ഇന്നാലിന്ന കാലമില്ല. അപ്പൊ ഞങ്ങൾ ഇന്നലെ എന്തോ തോന്നിയാസം തിന്നിട്ടുണ്ട്, അയ്യ തിരിച്ച് ഏതാ ഹറാമാജി തന്നെന്ന് പറഞ്ഞാൽ മതി, ഹറാമ് തന്നിട്ടില്ലാന്ന് പറയണ്ട. അതിലെന്തേ ഇയാള് പരിശോധിച്ചില്ലല്ല, ഒന്നുമില്ല. ഞങ്ങൾ വന്നിട്ടാണല്ലോ സാധനത്തിനായത്, ആ സാധനമൊക്കെ പിടിയിൽ വാങ്ങിയതാണല്ലോ, അങ്ങനെ വാങ്ങിയാൽ അങ്ങനെ വാങ്ങിയത് എല്ലാം ഹലാല. ഇല്ല അന്നഹു ഫി ബാദിൻ ജാൻ, വൈദ്യനന്റെ കാര്യത്തിൽ സംശയമുണ്ട്. വൈദ്യനങ്ങൾ ഞാൻ പല സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ പച്ചക്കറി കടക്കാരനോട് ഇത് കിതാബിലുള്ളതാ, ഇത് ഇബ്നു അജീബ തങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഹെക്കമിന്റെ വ്യാഖ്യാനത്തിൽ ഉണ്ട്, ഇന്റെ ഇവിടെ ഉണ്ട് കിതാബ്. ഇല്ല എന്നോ ഫി ബാദിൻ ജാൻ, വൈദ്യനങ്ങന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്. വൈദ്യനങ്ങന്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. വൈദ്യനങ്ങൾക്ക് ഞാൻ പീഡിയക്കാരനോട് വൈദ്യനങ്ങ എന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു വൈദ്യനങ്ങ ഇവിടെ കഴിഞ്ഞല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പിന്നെ ഞാൻ രണ്ടാമത്തെ നമ്മൾ വൈദ്യനങ്ങ ഉണ്ടേനും, ഞാൻ അതെന്തോ കാട്ടിയെന്ന് അറിയില്ല. ആയിക്കോട്ടെ, എന്നാ പീഡിയക്കാരൻ എത്തുക, പീഡിയക്കാരൻ എത്തുന്നു. പുരക്കാരൻ ഓൻ്റെ തെറ്റല്ല, പക്ഷെ ഓന് പോലും അറിയാതെ പലതും കടന്നുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പീഡിയക്കാരനെ ചെയ്യുന്നു, അല്ല ഇന്നലെ തന്ന വല്ല ഹറാമുണ്ടോ? ഇല്ല, ഒന്നും ഹറാമില്ല. വൈദ്യനങ്ങയോ? വൈദ്യനങ്ങ അതില്ല, പിന്നെ തന്നല്ലോ. ആ വൈദ്യനങ്ങ ഇവിടെ ഇല്ലേ? വൈദ്യനങ്ങ ഒരു തോട്ടക്കാരൻ്റെ അടുത്തുണ്ട്, ഞാൻ അവിടുന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വൈദ്യനങ്ങൻ്റെ തോട്ടക്കാരൻ്റെ ഉണ്ട് തൊട്ടപ്പുറത്തുണ്ട്, ഞാൻ അയാളുടെ അടുത്തേക്ക് ഓടിപ്പോയി, വൈദ്യനങ്ങ തരമാണ്, എനിക്ക് കച്ചവട ആവശ്യക്കാർ വന്നിട്ടുണ്ട്, വൈദ്യനങ്ങയോട് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഫഖത്തുഹു ഫി ബൈത്തിഹി, ഓൻ്റെ വീട്ടിലോ ഇല്ല, ഓൻ്റെ പുരക്കാരുമില്ല, വാതിലടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു, നിരാശനായി ഇറങ്ങിപ്പോന്നപ്പോൾ ഞങ്ങൾക്ക് തരാൻ മാത്രമല്ല വൈദ്യനങ്ങ അവിടുന്ന് എടുത്തു. ഓന് പിന്നെ പൈസ കൊടുത്താലോ എന്നും വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു തന്നെ പായ തന്നെ ഈ വൈദ്യനങ്ങ നമ്മൾ സുബൈ കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സുബൈ നമസ്കരിക്കാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തോ കുതിർത്ത് കൊണ്ടാണ് നമ്മൾ സുബൈ നടന്നോന്ന്. കാരണം ഹലാലായതെന്താ ഇതൊക്കെ വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ അവനെ ഞാൻ എന്ത് പറഞ്ഞോണ്ടിയപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്ത് പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ റിക്കാർഡിലുണ്ടെങ്കിൽ അവനെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്, നരകത്തിന് മോചിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒരു വളരെ പ്രയാസകരമായ കടത്തിലും ബുദ്ധിമുട്ടിലും ഒരാൾ അകപ്പെട്ടാൽ ഫല്യഖുൽ, അയാൾ പറഞ്ഞു കൊള്ളട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ പറയന്നെ ദായിമായി 100 വട്ടം ചൊല്ലിയാൽ ദാരിദ്ര്യം ഒഴിവാവും. ബുദ്ധിമുട്ടിലാകപ്പെട്ട പിന്നെ എണ്ണം കണക്കാക്കണ്ട, ചൊല്ലന്നെ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കടാണ് ബിസ്മില്ലാഹിർ അതങ്ങനെ ചെല്ലന്നെ. ഈ 2 വാക്കുകൊണ്ടും അല്ലാഹു തആല തട്ടിത്തിരിക്കും ബലാവ് മുസീബത്ത് മുഴുവനും അല്ലാഹു തആല ഈ 2 വാക്കുകൊണ്ട് തട്ടിത്തിരിച്ചു തരും. ഏതാ 2 വാക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വഅന്നമൻ, ഒരാള് കാനത്ത് ലഹു ഹാജ ഇലല്ലാഹ്, അയാൾക്കൊരു വലിയ ആവശ്യം വന്നു, ഫൽയസ്മിൽ അർബിഅ വൽ ഖമീസ വൽ ജുമുഅ. ഇതെന്റെ മശായിഖന്മാർ എന്നോട് പറയുകയും ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വലിയൊരു പ്രയാസം ഉണ്ടായി എങ്കിൽ അയാൾ ബുധനും വെള്ളിയും നോമ്പ് വിളിക്കുക. ഒരാൾക്ക് വലിയൊരു പ്രയാസം വന്നു, വലിയൊരു അത്യാവശ്യം, ആ അത്യാവശ്യം നിർവഹിച്ചു കിട്ടണം. ഇപ്പൊ എന്ത് ചെയ്യാ?
ഞാൻ എൻ്റെ മശായിഖന്മാർ പറഞ്ഞനുസരിച്ച് ഞാൻ ഈ കാര്യം ചെയ്യുകയും എനിക്ക് ഉത്തരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ബുധനും വ്യാഴവും വെള്ളിയും നോമ്പുൽക്കുക. ജുമാ ദിവസം വന്നാൽ അതിരാവിലെ തന്നെ ശുദ്ധിയാക്കുക, അതിരാവിലെ തന്നെ വറാഹ ഇലൽ ജുമാക്ക് പുറപ്പെടുക. ചെറുതോ വലുതോ ആയ അവന്റെ ത്വാക്കത്തനുസരിച്ച് ആ പോകുന്ന വഴിയിലും ജുമായുടെ സ്ഥലത്തും വെച്ച് പോകുന്ന അവന്റെ ത്വാക്കത്തനുസരിച്ച് ദാനം ചെയ്യുക. അപ്പൊ ബുധനാഴ്ചയും പറയും, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു വലിയ ആവശ്യം ഉണ്ടായി. ഹജ്ജിന് കിട്ടി, പൈസ തേഞ്ഞില്ല, പൈസ കൊടുത്ത ആള് പോയി. എനിക്ക് 5 മാസം തരണ്ട് പറഞ്ഞിരുന്നു, പൈസ ഇട്ടില്ല, പോനെ കാണാനില്ല. അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്തോ കടന്ന് ബുദ്ധിമുട്ട്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അവന് ബുധൻ വ്യാഴം വെള്ളി നോമ്പ് വിൽക്കുക. വെള്ളിയാഴ്ച അതിരാവിലെ പള്ളി പുറപ്പെടുക, പള്ളി കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പോകുന്ന വഴിയിലും ജുമാ സ്ഥലത്തും മറ്റേ ഫക്കീർ മിസ്കിന്മാർക്ക് നിന്റെ ത്വാക്കത്തനുസരിച്ച് നീ ദാനം ചെയ്യുക. പിന്നെ ഇങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു വവജിലത്തിൽ ഖുലൂബു മിൻ ഖശിയതിഹി അൻ തുസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅൻ തുഅതിയനി ഹാജതി. ഒരു വിഷയം പറയാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ബുധനും വ്യാഴം വെള്ളി നോമ്പുൽക്കുക, ബുധനും വ്യാഴം വെള്ളിയും നോമ്പുൽക്കുക. അതിരാവിലെ ജുമയ്ക്ക് പുറപ്പെടുക. യാത്രയിലോ പള്ളിയിലോ വെച്ച് കാണുന്ന മിസ്കിന്മാർക്ക് ദാനം ചെയ്യുക. ജുമാ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആർക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു വവജിലത്തിൽ ഖുലൂബു മിൻ ഖശിയതിഹി അൻ തുസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅൻ തുഅതിയനി ഹാജതി. എൻ്റെ ഹാജത്താണ് പറയാ. മനസ്സിലായില്ലേ? ഒന്നുകൂടി. എങ്ങനെ? ബുധനും വ്യാഴം വെള്ളി നോമ്പുൽക്കുക. വെള്ളിയാഴ്ച അതിരാവിലെ പുറപ്പെടുക. ഇന്ന് ദാനം ചെയ്യുക സാധുക്കൾക്ക്, അർഹർക്ക്. എന്നിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു വവജിലത്തിൽ ഖുലൂബു മിൻ ഖശിയതിഹി അൻ തുസല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അൻ തുഅതിയനി ഹാജതി. എന്നിട്ട് ആവശ്യം പറയാ. ഒന്നുകൂടി. اللهم إني أسألك باسمك بسم الله الرحمن الرحيم الذي عنت له الوجوه وخشعت له الأصوات ووجلت القلوب من خشيته أن تصلي على سيدنا محمد وعلى آله وأن تعطيني حاجتي. ഒരു പച്ച മലയാളത്തിൽ ആവശ്യം പറയാ. ആവശ്യം നിർവഹിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ജുമാ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു വവജിലത്തിൽ ഖുലൂബു മിൻ ഖശിയതിഹി അൻ തുസല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅൻ തുഅതിയനി ഹാജതി. ഇത് ആവശ്യം മലയാളത്തിൽ പറയാ. ഇംഗ്ലീഷ് പറയാ, അറബി പറയാ. ആവശ്യം നിർവഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച അവർക്ക് ഉദറല്ലേ, അവർ മഅദൂരിങ്ങളല്ലേ, അവർ വെള്ളിയാഴ്ച ഈ അമലെല്ലാം വെള്ളിയാഴ്ച അടക്കം നോമ്പുൽക്കുക. വെള്ളിയാഴ്ച ളുഹ്റിന്റെ വഖത്തിന് ഞാൻ പറയാൻ മറന്നുപോയതാണ് മോനെ, ഓർമ്മിപ്പിച്ച നന്നായി. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പൂർത്തിയാക്കട്ടെ. പെണ്ണുങ്ങൾ ളുഹ്ർ നിസ്കരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. ആണുങ്ങളുടെ ജുമാക്ക് പകരമാണ് പെണ്ണുങ്ങൾക്ക് എന്ത്? ജുമാ നിസ്കാരം, ളുഹ്ർ നിസ്കാരം. ആ ളുഹ്ർ നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു ووجلت القلوب من خشيته أن تصلي على سيدنا محمد وعلى آله وأن تعطيني حاجتي. حاجة الوريا
മനസ്സിലായില്ലേ? ഇനി ആവർത്തിച്ച് കേൾക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ അറബിയിൽ കൃത്യമാക്കിയിട്ട് യൂട്യൂബിലിടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. കഴിയൂലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ല 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 വേഗം 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 2 മിനിറ്റ് അല്ലേ, ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. വേഗം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ അത് അമൽ കഴിയാൻ ഉടനെ ചെയ്യാം, വേഗം ചെയ്യണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിലത് എണീറ്റ് പോകുന്നതിന് മുമ്പ് ചെയ്താൽ മതി, അങ്ങനെ മതി. ഇപ്പം നമ്മൾ ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോകുന്നതിന് മുമ്പ് ചെയ്താൽ മതി. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ اللهم إني أسألك باسمك بسم الله الرحمن الرحيم الذي عنت له الوجوه عنت له الوجوه عنت له الوجوه وخشعت له الأصوات ووجلت القلوب من خشيته أن تصلي على سيدنا محمد وعلى آله وأن تعطيني حاجتي وأن تصلي على سيدنا محمد على سيدنا കൂട്ടണം. اللهم إني أسألك باسمك بسم الله الرحمن الرحيم الذي عنت له الوجوه وخشعت له الأصوات ووجلت القلوب من خشيته أن تصلي على سيدنا محمد وعلى آله وأن تعطيني حاجتي. ഇതാ കാര്യം നടക്കും, നടന്നിട്ടുണ്ട്, നടക്കും, പേടിക്കണ്ട. ഒക്കെ ബിസ്മിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഒരു ദുആ, ഈ ദുആനെ പറ്റി പറയാറുണ്ടായിരുന്നു, ലാ തുഅല്ലിമുഹാ സുഫഹാക്കും, നിങ്ങളെ വിഡ്ഢികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കരുത്. ഫയദഉ ബഅദുഹും അലാ ബഅദിൻ, അവർ തമ്മിൽ എതിരായി ദ്വാരക്കുമല്ലോ. മനസ്സിലായില്ല? അതായത് ഈ ദ്വാക്ക് സഡൻ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഷർത്താണ്, കുറ്റം കൊണ്ട് ദ്വാ ചെയ്യാൻ പാടില്ല. എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം, കുറ്റം കൊണ്ട് ദ്വാ ചെയ്യരുത്. കുറ്റം കൊണ്ട് ദ്വാ ചെയ്യണമെങ്കിൽ തിരിച്ചടിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കുറ്റം കൊണ്ട് ദ്വാ ചെയ്യരുത്. കുറ്റം കൊണ്ട് ദ്വാ ചെയ്യാവുന്ന സന്ദർഭങ്ങളുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ വേറെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതുണ്ട്, ഇതിലല്ല, ഇതല്ല, അതിന് വേറെ ദ്വാ ഉണ്ട്. കുറ്റം കൊണ്ട് ദ്വാ ചെയ്യാന്നാൽ എങ്ങനെ? കുറ്റല്ല, കുടുങ്ങിപ്പോയി, പെട്ടുപോയി, ഒരു നിർവാഹമില്ല. ആ വ്യക്തി അത്രയും ഉപദ്രവകാരി, അതിന് വേറെ ദ്വാ ഉണ്ട്. അപ്പോൾ ആ ഉപദ്രവം തീരുന്ന അളവിൽ അയാൾക്കെതിരെ ദ്വാ ചെയ്യുക, ആ അളവിൽ മാത്രം. സാധാരണ അത് ഈ ദ്വാ അല്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എതിരായി ദ്വാ ചെയ്യരുത്, തിരിച്ചടിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. وأن من قرأ بسم الله الرحمن الرحيم 50 مرة في وجه الظالم أذله الله. ഒരു അക്രമിയുടെ മുന്നിൽ ഇരുന്നിട്ട് 50 ബിസ്മി നിനക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ അവൻ താഴേക്ക് വരും. അപ്പം എങ്ങനെയാണ് ചെല്ലല്? മനസ്സിൽ ചെല്ലാം. ഇപ്പം ഞങ്ങൾ മുന്നിൽ നിന്ന് 10 ബിസ്മില്ലേ, ഇപ്പം 10 ബിസ്മി. ഇപ്പം ഞാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നില്ലേ, ബിസ്മില്ലായിരുന്നു, 10 ബിസ്മി. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയല്ല. ചില ആളുകൾ അവർ ഒതുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അവനൊന്നും ഒതുങ്ങിത്തരാതെ നമുക്ക് അവനെതിരാകല്ലത്. അവൻ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവൻ ആരാണ്? അവന് പേരെന്താ ഇവിടെ കൊടുത്ത്? വാല്യം. അവൻ ആരാണ്? അക്രമിയാണ്. ജീവിക്കാൻ സമ്മതിക്കൂല. ജീവിക്കാൻ സമ്മതിക്കണ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവൻ നീ അവൻ്റെ മുന്നിൽ ഇരിക്കുക. 5 വട്ടായി. من قرأ بسم الله الرحمن الرحيم 50 مرة في وجه ظالم. ഒരു അക്രമിയുടെ മുന്നിൽ അഭിമുഖമായി ഇരുന്ന് ഒരാൾ എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എത്ര വട്ടം? 50 പറഞ്ഞല്ലേ? ശ്രദ്ധിക്ക്. ചെല്ലിയാൽ അതല്ല ഓൻ മരിക്കുന്നല്ല, ഓനെതിരല്ലത്. ഓനൊന്ന് താഴി നിൽക്കും, ആയിക്കോട്ടെ എന്നോ പറയും. ഓനെ കൊല്ലാൻ വേണ്ടിയല്ല, ഓനല്ലാവും അവിടെ താഴ്ത്തും. നിന്റെ വാക്കവിടെ മേലെയാവും. നീ പറഞ്ഞത് അവൻ അനുസരിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്.
വഅന്ന മൻ ഖറഅഹാ പറഞ്ഞിക്കോളി, അതിനേക്കാൾ അത്ഭുതത പറയാണ്. വഅന്ന മൻ ഖറഅഹാ 21 മറ أمنه الله في تلك الليلة من الشيطان الرجيم ومن السرقة ومن فجأة الموت ويدفع عنه كل البلاء. കട്ടിലിരിക്കുക 21 വട്ടം ബിസ്മില്ല. ഞാൻ ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കട്ടിലിരിക്കുക. നീ അനക്ക് ഉറങ്ങാണ്, ഉറങ്ങണതിന് മുമ്പ് പറയ് 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക കട്ടിലിരുന്നിട്ട്. എന്നാൽ അല്ലാഹു തആല നിന്നെ സംരക്ഷിക്കും. തിൽക്കൽ ലൈല, ആ രാത്രി, മിന ശൈത്താനിർ റജീം, റജീമായ ആട്ടപ്പെടുന്ന പിശാചിനെ തൊട്ട് സംരക്ഷിക്കും. ഒമിന സരിഖത്തി, കള്ളന്മാരിൽ നിന്നും. ഒമിൻ ഫുജഅത്തിൽ മൗത്തി, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും. വയദ്ഫഅ അൻഹുൽ ബലാഅ, ആ രാത്രിയിലെ എല്ലാ ബലാ മുസീബത്തും അള്ളാഹു നീക്കി തരും. ഈശി കടന്നുറങ്ങിക്കോ. പക്ഷേ അള്ളാഹിന്റെ നാമമായ പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം ചൊല്ലി? 21 വട്ടം ചൊല്ലി ഉറങ്ങിക്കോ. ബാക്കി അള്ളാഹ് നോക്കിക്കോളും. ദായിമാക്കുന്നവർക്ക് കൈപ്പൊക്കാം, ദായിമാക്കുന്നവർക്ക് കൈപ്പൊക്കാം, ദായിമാക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഒക്കെ ഉണ്ടായിരുന്നടോ പഴയ കാലത്ത്. കൂപ്പക്ക് മരമട്ടം പോകും ബാപ്പാര്, ഉമ്മയും കുട്ടികളും നട്ടപ്പാതിരക്ക് കടന്നുറങ്ങും. എന്തിന് ചുമരി എന്നുള്ളത് എന്താ? ഓലത്തടുക്ക്. സത്യല്ലേ? ഇന്നത്തെ ചുമര ആ കാലത്തുണ്ടോ? ഏതത്തിനും സത്യല്ലേ? പച്ചോല. ആ അതേ മടിയും ചീന്താതെ മടിയും, അതാ ചുമര്. അതിന് പിന്നെ അതിൻ്റെ ഒരു വാതിൽ, അതിൻ്റെ അടിയിൽ 2 മുളയും വെക്കും. ഇങ്ങനെ ഈ തള്ളയും, ഈ തള്ളയല്ല, 20-22 വയസ്സായ ഭാര്യക്കാരത്തി, 3-4 കുട്ടികളും കുപ്പിലേക്ക് മരമട്ടം പോകും. അന്നും നാളെയും പിറ്റേന്നും വരൂല. നീ പെണ്ണിനെ ആരെയും പാളി വെക്കൂല. എന്തേ? അള്ളാഹുവിനെ മലക്കളുടെ കാവല് വിവരറിയും. ഓൻ്റെ മുഖം അള്ളാഹ് അങ്ങനെ തിരിച്ചുണ്ടു. ഇന്ന് പുരയിൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിക്ക് പോകാൻ പേടിയാ. ഇന്ന് പണ്ട് പുരയിൽ കക്കൂസില്ല. നട്ടപ്പാതിരക്ക് ഒന്നിക്കൽ ഈ വീട്ടിലെ ഈ പെണ്ണിന് ഭർത്താവ് സ്ഥലത്തില്ല, പെണ്ണിന് മൂത്രിക്കേണ്ടി വരും. എവിടെയാണ് മൂത്രിച്ചിരുന്ന്? പറയടാ, ഇതൊക്കെ ചിന്തിച്ചോടാ. എൻ്റെ നിസ്കാരാണോ ഓലെ വലുപ്പത്തിലാണോ നല്ലതെന്ന് ചിന്തിച്ചാളാ. ഇന്ന് ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിൽ പോകാൻ രാത്രി പേടിയാ. പണ്ടോ ഈ പെണ്ണ് പുറത്തിറങ്ങും, ഒരു മണ്ണെണ്ണ വിളക്ക് അവിടെ വെക്കും. എന്നിട്ട് ഈ വെട്ടത്തിൽ വരാത്ത കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്ന് മൂത്രിക്കും. ഇല്ലേ? പറയും. ചിലപ്പോൾ കാഷ്ടിക്കേണ്ടി വരും. അപ്പം കാഷ്ടിക്കാൻ പോവും. ദൂരെ വിളക്ക് വെക്കും. നിങ്ങൾ അങ്ങനെ പോവും. വിളക്കിൻ്റെ വെട്ടമില്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്നിട്ട് വിസർജനം നടത്തും, കഴുകും. അപ്പോഴത്തേന് അരമണിക്കൂറാവും. ഏതെങ്കിലും കള്ളം വന്ന് ഓളെ കൊണ്ടേയോ? ആരെങ്കിലും വ്യഭിചരിക്കാൻ ഓളെ പിന്നാലെ കൂടിയോ? പറയടോ, അങ്ങനത്തെ സംഭവം ഉണ്ടായോ? ഇല്ല. എന്തേ? എന്തേ? അള്ളാഹ് സംരക്ഷിച്ചു ഈ അടിമയെ. എന്തുകൊണ്ട്? ആ ജാതി ബർക്കത്തൊരുക്കുണ്ട്. ആ പൊരയൊക്കെ അവൾക്കൊരു അമൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ പറഞ്ഞയച്ച അമ്മക്കുണ്ട്. അമ്മ ഇവിടുന്ന് പുതിയെണ്ണിനെ ഇറങ്ങിയ നേരത്തെ ഉമ്മ ദ്വാരുന്നിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് ആ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത് പഠിച്ചോനെന്ന്. ആ അമ്മാൻ്റെ നാവ് അല്ലാഹു തആല പറയടാ സ്വീകരിക്കും. അങ്ങനെയാണ്. ഭാര്യയുടെ ഉമിനീര് കൊണ്ട് നോമ്പ് തുറന്നിരുന്ന മഹാന്മാരെ എനിക്കറിയാം. ഞാനൊരു വാതിനെ തുറന്ന കുറച്ച് പറയും. എന്തേ? അതിന് മാത്രം ഉണ്ടോള്. എന്തേ പറഞ്ഞേ? ഭാര്യയുടെ ഉമിനീര് കൊണ്ട് നോമ്പ് തുറന്ന സ്വഹാബികളെ എനിക്കറിയാം. ഇത്ര വേറുള്ളവർ പറയണം. ഞാൻ എന്തായി പറഞ്ഞൊക്കെ വിചാരിച്ച് എന്താ പറഞ്ഞ? നോമ്പ് തുറക്കുന്ന ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഭാര്യയുടെ ഉമിനീര് കൊണ്ട് നോമ്പ് തുറക്കിടുവോ? എന്ത്? ആ ഉമിനീര് അത്രയും പവിത്രാണ്. എത്ര വട്ടമാണ് അവൾ അത്ര പരിശുദ്ധയായ പെണ്ണാണ്. ഈ കിണറ്റിലെ വെള്ളത്തിനേക്കാൾ തൻ്റെ ഓളം ഉമിനീരാണ്. ഭർത്താവിന് ഉമിനീര് കൊണ്ട് ഭാര്യ നോമ്പ് തുറക്കും, തിരിച്ചങ്ങോട്ടും. എന്ത്? അയാൾ അങ്ങനത്തെ ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? എന്തേ? അങ്ങനത്തെ സ്വഹാബിയെ എനിക്കറിയാം, അതിൻ്റെ അപ്പുറം അറിയാം. എന്താ ഞാൻ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് വല്ല ഇടിവെട്ടിമായിരിക്കുന്നത്? കാരക്കും വെള്ളത്തിന് വേണ്ടി പായല്ലടോ. ബാങ്കർ കൊടുക്കുന്ന നേരത്തെ അവർ ഭാര്യയുടെ ഉമിനീരോട് നോമ്പുറക്കും, ഭാര്യ ഭർത്താവിൻ്റെ ഉമിനീരോട് നോമ്പുറക്കും.
ഒക്കെ വിശ്വാസമാണ് ആ ജാതി മനുഷ്യനാണിത്. ഒരാൾ നല്ല ആളാണെങ്കിൽ ഭാര്യക്കും അറിയാലോ നല്ല ആളാണ്. ഒരാൾ മോശമാണെങ്കിൽ ആദ്യം അറിയണത് ഭാര്യക്ക. ഒരാൾ നല്ല ആളാണെങ്കിൽ ആദ്യം അറിയണതും പറേ ആ അത് നിങ്ങൾ എവിടേക്കും പറഞ്ഞേക്കണ്ട, അത് നിങ്ങൾ വന്നിട്ട് ശുദ്ധിയാൽ മതി. അങ്ങനെയും പറയും. എങ്ങനെയും പറയും, അത് ഞാൻ മദ്രസയിൽ ഉസ്താദിനെ കൊടുത്തേച്ചോളാം, നിങ്ങൾ പോയിക്കോളി. നാട്ടിലുള്ളവർക്കൊക്കെ മന്ത്രിച്ചു തന്നെ മൂല്യരാ. പക്ഷെ മൂപ്പര പരിയിലെ പെണ്ണുങ്ങൾ പറയാ നിങ്ങൾ വന്നിരിക്കണ്ട കാക്കി, ആ കുട്ടിക്ക് ഉള്ള ചെയ്ത്താനാണ് മതി, നീ പുതിയ ചെയ്ത്താനും കൂടി കൂടണ്ട എന്നർത്ഥം. അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുണ്ട്, രണ്ടുമുണ്ട്. ഒരു മനുഷ്യൻ നന്നായാൽ ആദ്യം, ഒരാൾ നന്നായാൽ നല്ലവളാണെങ്കിൽ ആദ്യം അറിയുക ഭാര്യക്കാണ്. ഒരു ഭാര്യ നന്നായാൽ ആദ്യം അറിയുക ഭർത്താവിനാണ്. ഭാര്യയുടെ ഉമിനീര് കൊണ്ട് നോമ്പ് തുറന്ന ആളുകളെ ചരിത്രത്തിൽ എനിക്കറിയാം, സ്വഹാബികളെ അറിയാം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇതിപ്പോ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കട്ടിലിരിക്കുക. ആ പെണ്ണ് കട്ടിലിരിക്കും. എന്നോടൊരു ആള് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഒരു ഉസ്താദ്, മലബാരത്തിന് അടിഭാഗത്തായിരുന്നു ഞങ്ങളെ വീട്. ബാപ്പക്ക് ഒരു കിതാബ് വെക്കണ കച്ചവടമായിരുന്നു. ബാപ്പ കിതാബ് വെക്കാൻ പോകും നേരം വിളിച്ചാൽ ചിലപ്പോൾ അങ്ങനെ മമ്പർത്ത് പോയി നിന്നിട്ട് എത്തൂല. ഉമ്മ അവർക്കും വീട്ടിൽ. മനസ്സിലാണ്ട് പറഞ്ഞത്? പാമ്പ് വന്നിട്ട് ഉമ്മാക്ക് കാവൽ കടന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു ആലിം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പാമ്പ് വന്ന് നടക്കും. ഉമ്മാനും കുട്ടികളൊന്നും കാട്ടൂല, നേരമ്പളത്തെ പോവുകയും ചെയ്യും. അങ്ങനെ വരെയുണ്ട്. അത്രയും വലിയ സ്വാലിയാത്ത ഉമ്മയാണ്. അത്രയും സ്വാലിയാത്താണ്, അത്രയും സ്വാലിയാത്താണ്. ആ മക്കളും സ്വാലിഹ്യങ്ങളാണ്, ആ കുട്ടികളൊക്കെ എനിക്കറിയാം, ഒക്കെ സ്വാലിഹ്യങ്ങളാണ്. ആ അമ്മൻ്റെ മക്കളെയൊക്കെ ഞാൻ എനിക്കറിയാം. ഈ 21-ാം നൂറ്റാണ്ടിലും ആ നാട്ടിലെ ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങൾ ആ ഉമ്മാൻ്റെ മക്കളാണ്. ഞാൻ അറിയാം. ഒരു ഭർത്താവിനെ എനിക്കറിയും, ആ നാട്ടിലെ ഏറ്റവും സ്വാലിഹ മനുഷ്യൻ ആ മനുഷ്യനാണ്. എന്തേ? അവർക്ക് ഇങ്ങനത്തെ ഔറാദുകളൊക്കെ ഉണ്ടാവും. അവർക്ക് വിശ്വാസമുണ്ട്. ആര്? ബിസ്മിനിയുണ്ട്, ബിസ്മിന്റെ റബ്ബിനിയുണ്ട്, അള്ളാന്റെ ഇസ്മല്ലേ അത്. അപ്പൊ അവര് മനസ്സിലാണ്ട് പറഞ്ഞത്, ഇജ്ജ് കട്ടിലിരിക്കുക. എന്നിട്ട് എത്ര വട്ടം? 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയ പിന്നെ കിടന്നു. അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. ആ രാത്രിയിൽ പിശാചിനെ തൊട്ടും മോഷ്ടാക്കളെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും പിന്നെയോ ആ രാത്രി വരുന്ന എല്ലാ ബലാഇനെ തൊട്ടും സംരക്ഷിക്കുന്നതാണ്. ഉറങ്ങാൻ ദൈമാക്കുന്നവർക്കൊക്കെ കൈപൊക്കി ഒന്നും കൂടെ ദൈമാക്കുന്നവര്. മനസ്സിലായില്ലേ? എല്ലാ രാത്രി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം? 21 വട്ടം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ഇദാ ജലസ്തും മജ്ലിസൻ, നിങ്ങളൊരു മജ്ലിസിൽ ഇരുന്നാൽ, ഔ ഖുംതും മിൻഹു, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് എണീറ്റാൽ, ഫഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇരിക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇന്നല്ലാഹ യുവക്കിലു മലക്കൻ. അപ്പോൾ അതൊരു മലക്കിനെ ആ മജ്ലിസിലേക്ക് പറഞ്ഞേക്കും. യംനഉകും മിൻ ഗീബത്തിൻ നാസി, ഗീബത്ത് പറയാൻ ആ മലക്കുകൾ അമ്മയ്ക്കൂല. ഒരു മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്തില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഫഇന്നല്ലാഹ യുവക്കിലു മലക്കൻ. അപ്പോൾ അല്ലാഹു ഒരു മലക്കിനെ അവിടെ ഏൽപ്പിക്കും ആ മജ്ലിസിൽ. ഫഇന്നൽ മലക യംനഉകും മിൻ ഗീബത്തിൻ നാസി. ആ മജ്ലിസിൽ പിന്നെ എന്ത് നടക്കൂല? ഗീബത്ത് നടക്കൂല. ആ മലക്ക് തടയും, മിണ്ടണ്ട. ഒരാൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് വേറെ ആൾ എന്തോ ഒരു വിഷയം കൊണ്ട് പറഞ്ഞു വന്നു. അപ്പോൾ മുടങ്ങി, ആരെയും മുടക്കി. എന്തോ ഒരു ഗീബത്ത് തുടങ്ങിയത്, അതുണ്ടായില്ല, അത് കേട്ടില്ല, അത് പറഞ്ഞില്ല, അത് ഗീബത്തായിരുന്നു. പറയാൻ ആരും സമ്മതിച്ചില്ല, എനിക്ക് സമ്മതിച്ചില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. രോഗം വന്നാൽ ചില മഹാന്മാർ എന്ത് ചെയ്യും? 7 വട്ടം ബിസ്മി എഴുതിയിട്ട് തലയുണയുടെ അടിയിൽ സൂക്ഷിക്കും. ശിഫ കൊടുക്കും. ഇവിടെ ആശുപത്രി പ്രളയം തുടങ്ങിയത്. പണ്ടുള്ള 90% രോഗത്തിന് മരുന്നതാണ്.
ചിലതിനൊക്കെ മരുന്നിന് പോകും. എന്ത് മരുന്ന്? ഒരു മരുന്ന്. ഞങ്ങളുടെ നാട്ടിൽ തോട്ടുങ്ങളെ വൈദ്യർ എന്നൊരു വൈദ്യരുണ്ടായിരുന്നു. തലവേദനക്ക് ആ മരുന്ന് തന്നെ കൊടുക്കും, പനിക്കും അതിനെ കൊടുക്കും, പള്ളവേദനക്കും അതിനെ കൊടുക്കും, പുറം വേദനക്കും അതിനെ കൊടുക്കും. എല്ലാം മൂപ്പരെ തോട്ടുങ്ങളെ വൈദ്യർ എന്ന് പറയാൻ കാരണം തോട്ടത്തെ വെള്ളം എടുത്താണ്ട് എന്തെങ്കിലും കലക്കി കൊടുക്കും. ഒക്കെ ദീനം മാറും ചെയ്യും. 2 മരുന്ന് മൂപ്പരെടുത്തില്ല, മൂപ്പര് ഒറ്റ കുപ്പി മരുന്ന്. അങ്ങനെ സാധാരണ ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സാധാരണ എഴുതുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒറ്റ അക്ഷരത്തിൽ എഴുതുക, പുള്ളി ഒന്നിടണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം? 7 വട്ടം എഴുതും. തലേൻ്റെ അടിയിൽ സൂക്ഷിക്കും. ഇന്ന് മരുന്നിന് പോയിക്കോ, മരുന്നൊക്കെ എടുത്തോ, എന്നാലും ശിഫ ഇതിലൂടെ വരട്ടെ. തലേൻ്റെ അടിയിൽ സൂക്ഷിക്കാം. മനസ്സിലായില്ലേ? ശിഫ. അങ്ങനെ എത്രയോ ആളുകൾക്ക് ശിഫ ഇട്ടിട്ടുണ്ട്. ഏത് വാക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ബഅദുൽ ആരിഫീന, ആരിഫീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ അബ്ദി ബിമൻസിലതി കുൻ മിനൽ ഹഖ്. അവസാനിപ്പിക്കാം. അല്ലാഹു തആല കുൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത്. അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, നിനക്ക് ബിസ്മില്ലാഹി ഉണ്ടാവും. കാലത്തെ മഹാന്മാരെ ഒരു കട്ടിലൊക്കെ വിളിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മതി, നീ കൂടുതൽ ചൊല്ലി പറയേണ്ട ആവശ്യമില്ല, അവിടെ എഴുത്താൻ കിടക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10 റുപ്യ അവിടെ എടുത്തു. ആ കയ്യിൽ നിന്ന് കിട്ടി അവിടെ ചെയ്ത്താൻ പിന്നെ കയറൂല, അത് നടക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പഴയ കാലത്തെ മുഅ്മിനീങ്ങളുടെ രീതിയാണ്. എന്ത്? ഒരു ആരിഫീങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ അബ്ദി. ഈ വാക്കൊരു അടിമയിൽ നിന്ന് വരുന്നത് ബിമൻസിലതി കുൻ മിനൽ ഹഖ് തആല. ഹഖ് തആലയിൽ നിന്ന് കുൻ എന്ന് വരുമ്പോലെയാണ്. കുൻ ഉണ്ടാകുക. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു കുൻ പറഞ്ഞാണ്ടാവും. നിങ്ങൾ അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഉദ്ദേശിക്കും എന്നർത്ഥം. നിങ്ങൾ ഉണ്ടാക്കണല്ല എന്ന് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാക്ക്. അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റഅയ്തു റസൂലല്ലാഹി ഫിൽ മനാമി. ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന്. ഒരിക്കൽ ഹബീബായ അബുൽ ഹസൻ ശാദുലി, സൂഫി ചക്രവാളത്തിലെ സുൽത്താനായ മഹാനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ ശ്രദ്ധിക്കണം, ഉപകാരമുള്ള ഒരു വാക്ക്. ഫഖാല ലി റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞു, ഖുൽ ഇൻദ നൗമി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ പറയുക അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 5 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5 വട്ടം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിന്നെ 5 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ 1 വട്ടം അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആലാ എന്ന് പറഞ്ഞാൽ നിന്നിൽ ഞാൻ ഒരിക്കലും പിന്തൂല, ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ നിന്റെ ഉറക്കിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. പേടിക്കണ്ട. എന്ത് അപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 5, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, പിന്നെ അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആലാ. ഇപ്പോഴും പിന്നെയും റസൂലുള്ളാഹിനെ മുഖം എനിക്ക് കാണിച്ചു തരണം, ഇപ്പോഴും പിന്നെയൊക്കെ കാണിച്ചു തരണം. എങ്കിൽ ലാ തഖല്ലഫ അൻക, ഞാൻ നിന്നിൽ നിന്ന് പിന്തി നിൽക്കല്ല, ഞാൻ വേഗം സ്വപ്നത്തിൽ വന്നോളൂ. പേടിക്കണ്ട. ഒന്നുകൂടി പറയാം. നിനക്കെന്നെ സ്വപ്നത്തിൽ കാണാൻ തോന്നിയാൽ എന്ത് ചെയ്യുക? ഹബീബാ നബി പറയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 5 വട്ടം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, അല്ലാഹുമ്മ ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി നീ എനിക്ക് കാണിച്ചു തരണം, അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആലാ. ഹാലൻ ഇപ്പോഴും, മആലൻ പിന്നെയും. ഒന്നുകൂടി أعوذ بالله من الشيطان الرجيم 5 بسم الله الرحمن الرحيم 5 اللهم بحق سيدنا محمد صلى الله عليه وسلم أرني وجه محمد صلى الله عليه وسلم حالا ومآلا. ഒന്നും കൂടെ
മനസ്സിലായില്ലേ? ഇത് ചെല്ലിയാൽ ഞാൻ പിന്നെ പിന്തി നിൽക്കുകയില്ല, ഞാൻ ആ സ്വപ്നത്തിൽ വരിക തന്നെ ചെയ്യും എന്ന് ഹബീബായ നബി എന്നോട് പറഞ്ഞു. മഹാനായ സുൽത്താൻ ആരിഫീനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു ഉറക്കെ പറേ, ആരാണ് അവരൊക്കെ എന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ ഈ ഉറങ്ങാൻ കിടന്നാൽ കിടക്കുമ്പോ മനസ്സിലായില്ലേ, ഈ ബിസ്മി മറ്റേ ബിസ്മി അല്ല, 21 വേറെ, 5 വേറെ, ഇതൊക്കെ ഒരു മിനിറ്റ് മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം 5, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5, പിന്നെ അല്ലാഹുമ്മ ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി നീ എനിക്ക് കാണിച്ചു തരണം, അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആല. ഒരു വട്ടം മൊത്തത്തിൽ 11. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ 5, ബിസ്മി 5, ഇതൊന്നും മൊത്തത്തിൽ 11. മനസ്സിലായില്ലേ? അവസാനത്തെ ദുആ ഒറ്റ മതി. എങ്ങനെ? അല്ലാഹുമ്മ بحق سيدنا محمد صلى الله عليه وسلم أرني وجه محمد صلى الله عليه وسلم هالا ومآلا. مآل همز هالا ومآلا എന്ന് ചൊല്ലിയാൽ ലാ അതഖല്ലഫു അൻക, നിന്നെ തൊട്ട് ഞാൻ പിന്തി നിൽക്കുകയില്ല എന്ന് ചൊല്ലിക്കളി. കാണും അള്ളാഹുവിന്റെ ഹബീബിനെ കാണും. നാട്ടിലെല്ലാവരോടും പോയി പറഞ്ഞ് കൊട്ടിപ്പാടണ്ട, പിന്നെ അങ്ങാടിയിൽ അതൊരു ബഹളാക്കണ്ട, പിന്നെ അതാ കണ്ടത് നബി അല്ല ആണ് അങ്ങനെ തല്ലുണ്ടാക്കണ്ട. നിങ്ങൾ കണ്ടോളി, നമുക്ക് കാണിച്ചു തരട്ടെ. അതൊക്കെ ഇവിടെ കണ്ട മൂല്യന്മാരോടൊക്കെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനൊരു രഹസ്യമല്ല. മനസ്സിലായില്ലേ? ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടിട്ട് അതിൻ്റെ അദബവൻ സൂക്ഷിച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിലുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ ഹബീബ് കാണുകയും ഒരാളല്ലേ, എന്തിനാണ് ഈ വെറുതെ വർത്താനം വെപ്പിക്കുന്നത്? ആഖിർ സമാനല്ലേ ഇത്? കൊട്ടിപ്പാടി നടക്കും വേണ്ട, നാട്ടുകാരോടൊക്കെ പറഞ്ഞ് വലുപ്പത്തരം പറയും വേണ്ട. വലുപ്പത്തരം പറഞ്ഞാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു. അല്ലാഹു തആല കാത്തി രക്ഷിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ ഒരു മിനിറ്റ് മതി. ഒരു മിനിറ്റ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം 5 വട്ടം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 5 വട്ടം, പിന്നെ അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആല. അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വജ്ഹ് എനിക്ക് കാണിച്ചു തരണമേ. ഹാലൻ ഇപ്പോഴും, വമആലൻ പിന്നീടും. ഗൈസൊക്കെ ഒന്നുകൂടി. അല്ലാഹുമ്മ ബിഹഖ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമആല. ഹംസ് ഹാലൻ വമആല ഹംസ്. മനസ്സിലായില്ലേ? ലാ അതഖല്ലഫു അൻക, പിന്നെ ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും പിന്തി നിൽക്കുകയില്ല എന്ന് പുണ്യ റസൂൽ എന്നോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കിതാബിൽ എഴുതി വിടുന്നത് എന്തിനാണ്? നമ്മളിത് ചെയ്യാനാണ്. മഹാനത് പുറത്തു വരുന്നത് മുരീദന്മാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെ മുഅ്മിനീങ്ങൾ ഇമാം ഷാഫിയുടെ കാര്യം കണ്ടിട്ട് നമ്മളോട് പറയുന്നത് എന്തിനാണ്? അത് ഇമാം ഷാഫിയുടെ രഹസ്യം അവർക്ക് വേണ്ടി മാത്രമല്ല അല്ല, ഇമാം ഷാഫിയൊക്കെ കണ്ട ഭൂമിക്കൊക്കെ ഉള്ളതുപോലെയാണ്. ഷാഫി ഇമാമ, ഹനഫി ഇമാമ, ഹംബലി, മാലിക്കി, എന്താ പറയുക, അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താൻ ആരിഫീൻ, അഹമ്മദ് കബീർ റിഫായി, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി, അഹമ്മദ് തിജാനി, ഖാജ, ഇവരൊക്കെ ഭൂമിൻ്റെ അടയാളങ്ങളാണ്. ഇവരൊക്കെ ദുനിയാവിൻ്റെ മുതലാണ്. അവർക്കൊക്കെ അല്ലാഹു റസൂലോ എന്തു കൊടുത്താലും അത് എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രഹസ്യമായ ഇതൊക്കെ എന്തിനാ പരസ്യപ്പെടുത്തുന്നത്? നിങ്ങൾ ചെയ്തോളി, എല്ലാവരും ചെയ്തോളി, നിങ്ങൾക്കും കാണാം. അല്ലാഹു റഹ്മാനല്ലേ, പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഈ ലോകത്തോ പരലോകത്തോ മുഅ്മിൻ പേടിക്കണ്ട. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിനൊരു പേടിയും വേണ്ട. പേടിണ്ടാക്കണവരൊന്നും മുഅ്മിനീങ്ങളാവില്ല അല്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ. ഇന്നിപ്പോൾ മനുഷ്യന്മാർ പണി പേടി ഉണ്ടാക്കുക. അങ്ങനെ വരുന്നുണ്ട് എത്ര, അവിടെ CI, എവിടെ മറ്റത്, അതൊക്കെ വരുമ്പോൾ നോക്കണോ, അപ്പം അതിന് പരിഹാരം ഉണ്ടോ? പിന്നെ ജയിലിൽ കിടന്നിട്ടാണ് പഠിച്ചോന്നെ വിധിയെങ്കിൽ ഈജിപ്ത് ജയിലിൽ എന്തായാലും കിടക്കേണ്ടി വരും. ഒരുത്തൻ ഗൾഫ് പോയന് ജയിലിൽ കിടന്ന് മരിക്കൽ പടച്ചോന്റെ വിധിയായ ഒരുത്തന് CI വരണോ ജയിലിൽ കിടക്കാൻ? ഒരുത്തൻ ഗൾഫ് പോവുകയായിരുന്നു.
എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വേറൊരുത്തൻ പറഞ്ഞു ഈ സഞ്ചി ഒന്ന് പിടിക്കട്ടോ, ഞാൻ പോരാ. സഞ്ചി പിടിച്ചു, പോലീസ് വന്നു, സഞ്ചി നോക്കി, അതിൽ മറ്റേതാണ് ഹെറോയിൻ. അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ 10 കൊല്ലം ജയിലിൽ കിടക്കുന്ന ഒരാളെ എനിക്കറിയാം. തല വെട്ടാണ് വേണ്ടത്, തല വെട്ടാത്തത് ഇവൻ പൗതി നിരപരാധിയാണോ എന്ന് കോടതിക്ക് സംശയമുണ്ട്, അത്രയാണ്. അതുകൊണ്ട് തല വെട്ടാത്തത്. വിട്ടിയോ? മലയാളിനെ. അപ്പോൾ ജയിലിൽ കിടക്കാൻ 10 കൊല്ലം ജയിലിൽ കിടക്കണം CI വരണം. നിങ്ങളൊക്കെ എവിടെയാണ്? അത് അടുത്ത പീടി പോയാലും ചിലപ്പോൾ വരില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഇംഗ്ലീഷ് ചെറുകഥ വായിച്ചിട്ടുണ്ട്. എന്താണ് ഇംഗ്ലീഷ് ചെറുകഥ? ഒരു ആള് ഒരാൾ ചന്തക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ രാത്രി വെളുപ്പം കാലത്ത് ചന്തക്ക് പോകുക, രാത്രി ചന്തക്ക് ഉറപ്പെടുക. ഭാര്യ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് നാട്ടിലുള്ളൊരു സംഭവം. ഭാര്യ പറഞ്ഞു, ചന്തക്ക് പോകണ്ട, നിങ്ങളുടെ തല നിരച്ചതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതൊക്കെ പാഴ് സ്വപ്നമായിരിക്കും. ഇയാൾ ചന്തയിലെത്തിയപ്പോൾ ചന്തയിൽ ആളൊന്നും എത്തിയിട്ടില്ല, വെളുപ്പം കാലത്ത്. അപ്പോൾ അയാൾ ഒരു സത്രത്തിൽ മുറിയെടുത്തു. എന്നാൽ അവിടെ രാത്രി ബാക്കി ഉറക്കം കൂടി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാളും കൂടി ഇയാളെ പിന്നാലെ വന്നു, ഞാനും കൂടട്ടെ. അങ്ങനത്തെ സംഭവമാണ് ഈ സംഭവം. ഒരു ഇംഗ്ലീഷ് ചെറുകഥയാണ്, അതോ റഷ്യൻ ചെറുകഥയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ കുട്ടിക്കാലത്ത് വെച്ചാണ്. ആ രാത്രി ഈ കൂടുള്ള ആൾ ആ സത്രത്തിൽ ഒരു കൊലപാതകം നടത്തി. ആ കൊലപാതകം നടത്തി കത്തി കൊണ്ടുവന്നിട്ട് ഇയാളെ സഞ്ചിയിലിട്ടു. അയാൾ രക്ഷപ്പെട്ടു, പോയി. പോലീസ് വന്നു, ഇയാളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. തല നരച്ച് മരിക്കുന്നത് വരെയും അയാൾ ആ ജയിലിൽ നിന്ന് മരിച്ചു. കഥയാണെങ്കിലും ഏത് കഥക്കും നിമിത്തമായ ഒരു ആധാരം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഒരു മനുഷ്യന്റെ വിധി എന്താണോ അങ്ങനെ നടക്കും. ഇപ്പൊ എന്തിനെങ്കിലും ബേജാറാണ്? വിധി എന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു വിട്ടി വിളിച്ചു പറയേണ്ടതായി ഒരാളിനോട് പറഞ്ഞത്. അവനൊക്കെയാണ് എല്ലാ മുസ്ലിമീങ്ങളും സുന്നികളെല്ലാവരും കോളേജിൽ കൊണ്ടുപോയി കോത്താമ്പിയാക്കുന്ന ഒരു വഹാബി പ്രസംഗിക്കാണ്. വിധി എന്നൊന്നില്ല, നിങ്ങളുടെ വിധി നിങ്ങൾ നിർണയിക്കും. വിധി എന്നൊന്നില്ല, വിധി അല്ലാതെ ഒന്നുമില്ല. എന്തേ ഉള്ളൂ? വിധിയുള്ളൂ. റബ്ബെന്ത് നിശ്ചയിക്കണം അത് നടക്കും. ഞാൻ നിശ്ചയിച്ച് നടക്കോ? ഇജ് നിശ്ചയിച്ച് നടക്കും. എന്ത് നടക്കാനടാ? എന്ത് നടക്കാൻ? ഏത് കാര്യം റബ്ബ് തീരുമാനിച്ചാൽ അതേ നടക്കുള്ളൂ. റബ്ബ് തീരുമാനിച്ചില്ലേ നടക്കൂല. റബ്ബ് തീരുമാനിച്ചിട്ടില്ല നടക്കൂല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉണ്ടായിരുന്നു, പറഞ്ഞു, അവിടെ എത്തി, നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറഞ്ഞു പുറകോട്ട് ചെയ്യും. ഇന്നുവരെ ഒരു CPM-കാരനായ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമായിരുന്നു ജ്യോതി ബാസു സമ്മതിച്ചിരുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു ഘട്ടമുണ്ട്. തഖ്ദീറില്ല. ഇനി ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നല്ലത് CPM-കാരാണ് എന്ന് രാജ്യം മുഴുവനും സമ്മതിച്ച സമയം കഴിഞ്ഞു പോയി. അന്ന് അവർ പുറകോട്ട് പോയി. എന്നിട്ട് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തു, പ്രധാനമന്ത്രിയായില്ല. ജ്യോതി ബാസു നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന് ഞാൻ പത്രം വായിക്കുമ്പോൾ ഇരുന്ന കസേര പോലും ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. ആയില്ല, തഖ്ദീറില്ല. തഖ്ദീറാണ് വിഷയം. ആരും പറഞ്ഞ കാര്യമില്ല. എന്തേ നടക്കൂ? തഖ്ദീറേ നടക്കൂ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. അള്ളാഹു എല്ലാം നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തുറന്നു തരട്ടെ. അള്ളാഹു തുറന്നു തരട്ടെ. അള്ളാഹു തുറന്നു തരട്ടെ. ഒരു വേദന ഉണ്ടായാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 വട്ടം. ഏത് വേദനക്കും ഫസ്റ്റ് എയ്ഡ്, മുഅ്മിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താ? മുഅ്മിന്റെ ഫസ്റ്റ് എയ്ഡ് 3 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ 7 വട്ടം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. പണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? പറഞ്ഞു തന്നിട്ടില്ലേ? പറയും 3 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാൻ. എവിടെയാണോ വേദന, നെഞ്ചുവേദന നൽകി, ഫസ്റ്റ് എയ്ഡ് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെയാണ് കൈവക്ക. ലയദക അലാ മകാനിൻ തൈലമു ബിഹി. ഏത് സ്ഥലത്താണോ വേദന ആണത് അവിടെ കൈവക്ക. ഇവിടെ 3 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3. ഇനി 7 വട്ടം എന്ത്? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഒന്നുകൂടെ
അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഒന്നുകൂടെ, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി, അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് മിൻ ശർരി മാ അജിദു, എനിക്കെത്തിയ ഈ ആപത്തിനെ തൊട്ടും വഹാദിറു, ഞാൻ ഭയപ്പെടുന്നതിനെ തൊട്ടും. അറ്റാക്ക് ഉണ്ടായി പോകരുത്. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അത് എത്ര വട്ടം? 7 വട്ടം. 3 ബിസ്മി, ഇത് 7 കഴിഞ്ഞു. ഇത് ഫസ്റ്റ് എയ്ഡ്. മരിച്ചു, ഈമാൻ കിട്ടും. ഇശി പായല്ല ചെയ്ത് ഈ വേഗം ആരിലേക്ക് മടങ്ങി. അല്ലാ, മരിച്ച ഈമാൻ കിട്ടും. അതല്ല ആവശ്യം. ഇപ്പം മരിച്ച ഈമാൻ കിട്ടണം. ഇപ്പം മരിച്ചു ഞാൻ. അതല്ലേ നല്ല. നോമ്പ് തുറന്നിട്ട് മരിക്കുന്നതിനൊക്കെ നല്ല. എന്താ നോമ്പ് ഇപ്പം മരിക്കലല്ലേ? എനിക്കിഷ്ടം. കടല്ലേ, കടണ്ട്, അതിനൊക്കെ മുതലുണ്ടല്ലോ, അതിനൊക്കെ തീരുമാനമുണ്ടോ? കടം കൊടുക്കാൻ കുറച്ച് ആളുകൾക്കുണ്ട്. ഓലൊന്നും കേട്ടിട്ട് ബേജാറാവൊന്നും വേണ്ട. കണ്ട മുതലുണ്ട്, മുതലുണ്ട്. മുതലുള്ളവർക്കല്ലേ കടം ഉണ്ടാവുള്ളൂ. മുതലുണ്ട്, പേടിക്കണ്ട. അതല്ലേ നല്ല. അല്ലാഹു തആല അള്ളാഹിനെ പൊരുത്തത്തിൽ ഈമാൻ തരട്ടെ, പൊരുത്തത്തിന് മരണം തരട്ടെ. അപ്പം ഞാൻ ഈ 3 ദിവസത്തെ പ്രഭാഷണം ഇനിയുണ്ട്, പിന്നെ ഒരിക്കലാക്കാം. 3 ദിവസത്തെ പ്രഭാഷണം ബിസ്മിയെ പറ്റിയാണ്. ഇന്നത് പൂർത്തിയാക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.